അതെ, ഒരു ഒന്നൊന്നര ടീമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഈ IPL എത്തുന്നത്. 5 തവണ IPL കിരീടം സ്വന്തമാക്കിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ബുംറ തുടങ്ങിയ മികച്ച പ്ലെയേഴ്സ് അടങ്ങുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഈ വർഷത്തെ IPL മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും മികച്ച ഒരു IPL പ്ലേയിങ് 11 എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്ലെയർ രോഹിത് ശർമ്മ. ഒരു സംശയവും വേണ്ട, ഓപ്പണറായിട്ട് രോഹിത് ശർമ്മ തന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കും. മികച്ച പ്ലെയറാണ്, ഒരു സംശയവും വേണ്ട. കൂടുതലായിട്ട് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല രോഹിത് ശർമ്മയെക്കുറിച്ച്. അടുത്തത് ക്വിൻ്റൻ ഡി കോക്ക്. സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ക്വിൻ്റൻ ഡി കോക്ക് അല്ലെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ. ഈ രണ്ട് പേരെ നമുക്ക് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാം. റിയാൻ റിക്കിൾട്ടണും ഡി കോക്കും മികച്ച ഫോമിൽ രണ്ടുപേരും അത്ര മികച്ച ഫോമിലല്ല രണ്ടുപേരും കളിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ആരെയാണോ സജസ്റ്റ് ചെയ്യാനുള്ള അത് കമൻറ്റിലൂടെ പറയാം. ഞാനിവിടെ ഡി കോക്കിനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അടുത്തത് സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ക്യാപ്റ്റനായിരുന്ന ആളാണ് സൂര്യകുമാർ യാദവ്. അടുത്ത ആൾ തിലക് വർമ്മ. വേൾഡ് കപ്പ് 11 ഇന്ത്യയോടൊപ്പം ഉള്ള ആളായിരുന്നു തിലക് വർമ്മ, മികച്ച പ്ലെയറാണ്. അടുത്തത് ഹാർദിക് പാണ്ഡ്യ, മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ, മികച്ച പ്ലെയറാണ്, മികച്ച ഓൾറൗണ്ടർ. അടുത്തത് ഷർഫൈൻ റുദർഫോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് പ്ലെയറാണ്. റുദർഫോർഡ് ഒരു ബാറ്റ്സ്മാനായിട്ട് മുംബൈ ഇന്ത്യൻസിൽ അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് വിൽ ജാക്സിനെ കൊണ്ടുവരാനും കഴിയും. വിൽ ജാക്സ് ഇംഗ്ലണ്ടിൽ മികച്ച പ്രകടനമായിരുന്നു വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഒന്നേ വിൽ ജാക്സ് അല്ലെങ്കിൽ റുദർഫോർഡ്, എല്ലാവരിലും ഒരാൾ ഈ പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അടുത്ത നമൻദീർ, മികച്ച ഓൾറൗണ്ടറാണ്. കഴിഞ്ഞ സീസണിലൊക്കെ മുംബൈക്ക് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അടുത്തത് മിച്ചൽ സാന്നർ നമ്മൾ ഈ പൊസിഷൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വിൽ ജാക്സിനെ ഇവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. അല്ലെങ്കിൽ റുദർഫോർഡിനെ മാറ്റി വിൽ ജാക്സ് അല്ലെങ്കിൽ മിച്ചൽ സാന്നറിനും റുദർഫോർഡും കൂടെ കളിക്കാം. അല്ലെങ്കിൽ റുദർഫോർഡും വിൽ ജാക്സും കൂടെ വരാം. അല്ലെങ്കിൽ വിൽ ജാക്സും മിച്ചൽ സാന്നറും കൂടെ വരാം. അപ്പോൾ നിങ്ങളുടെ കൂടെ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ ഏതാണ് ബെറ്റർ കോമ്പിനേഷൻ എന്നുള്ളത് ഒന്ന് പറയണം. അടുത്ത ആൾ ദീപക് ചഹർ. 9ാമത്തെ ആൾ ദീപക് ചഹറാണ്. മികച്ച പാസ് ബോളിംഗാണ്. ലാസ്റ്റ് സീസണിൽ മുംബൈക്ക് വേണ്ടി തന്നെയാണ് കളിച്ചിരുന്നത്. പിന്നെ ബുംറയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, ഇതിൽ വാക്കുകളില്ല. അടുത്ത ആൾ ട്രെൻറ്റ് ബൗൾട്ട് ന്യൂസിലൻഡ് താരമാണ്. ബുംറ, ചഹർ നല്ല പേസ് അറ്റാക്കിംഗ് ആയിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റേത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ടീമാണ്. IPL ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. ഇതോടെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.